Hi, hello, and welcome back to our channel Names World. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ആണ്. പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ എന്ന് പറയുമ്പം നിങ്ങൾ ആരും ഇന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണെന്നൊന്നും വിചാരിക്കേണ്ട. എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രഗ്നൻസി സ്റ്റോറി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ബട്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ആക്റ്റ് ആവാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻസി സ്റ്റോറി തന്നെ പറയാമെന്ന് വിചാരിച്ചത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ എനിക്ക് കൺസീവ് ആവുമെന്ന് ഇത്തിരി ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആളായിരുന്നു. കാരണം ഒബ്വിയസ് ആയിട്ടും തൈറോയിഡ് എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമൊന്നും അല്ല ഇന്നത്തെ കാലത്ത്. എല്ലാവർക്കും തൈറോയിഡ് വരുന്നതാണ്. എനിക്കും ഒരു ബിടെക് സെക്കൻഡ് ഇയർ ഒക്കെ ചെയ്യുന്ന ടൈമിൽ എനിക്കും ഈ തൈറോയിഡ് വന്നിരുന്നു. ബട്ട് കാര്യം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നിൽ അത് കൺട്രോൾഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ എനിക്ക് പിന്നീടുള്ള ബിടെക് കഴിയുന്നവരെ അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്കായിട്ട് പോയി. ഞാൻ ചെന്നൈയിലൊക്കെ ആയപ്പം ഈ മരുന്ന് കഴിക്കൽ അങ്ങനത്തെ ഇത്തിരി ഒരു ഇതും വന്നു. ഫുഡും ഒരു കൺട്രോളിലല്ലാതെ തോന്നിയ മാതിരി കഴിക്കലൊക്കെ ആയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ തൈറോയിഡ് TSH ലെവൽ എന്ന് പറയുന്നത് 129 ആയി. ഈ 129 ആയത് ഞാൻ അറിയുന്നത് എൻ്റെ മാരേജ് എല്ലാം ഫിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ ജോബ് റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് എത്തി ഡിസംബറിലാണ് ഞാൻ അറിയുന്നത് ഇതാണ് എൻ്റെ കണ്ടീഷൻ എന്ന്. സോ ആ ടൈമിൽ ഞാൻ എൻ്റെ വല്യപ്പൻ ഡോക്ടറാണ്. അപ്പം വല്യപ്പൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വല്യപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നോർമൽ ആവാതെ കൺസീവ് ആവരുത്, നോർമലായി 3 മാസം കഴിയാതെ കൺസീവ് ആവരുത് മാരേജ് കഴിഞ്ഞിട്ട്, പിന്നെ കൺസീവ് ആവാനും ഇത്തിരി ഒരു റിസ്ക് ഉണ്ടാവും എന്ന ആളെൻ്റെ അടുത്ത് പറഞ്ഞു. ബട്ട് വല്യപ്പൻ ഇത്തിരി കംഫർട്ട് സോണിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം ഞാൻ കുഴപ്പമില്ലാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് വല്യപ്പൻ പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ വല്യപ്പൻ എന്നെ ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് മുന്നേ വിട്ടിരുന്നു. അപ്പം ഞാൻ ആ ഡോക്ടറെ ചെന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഇത്തിരി ഒരു നോർമലായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. ആളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആൾ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാൾ ടെൻഷനൊന്നും അടിക്കണ്ട, ഒരുപാട് പേർക്ക് ഇത് ഉണ്ടായിട്ടൊരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്, ബട്ട് ഇത്രയും വാല്യൂ ആയതുകൊണ്ട് ഒരു ഭയം നമ്മൾ പറയില്ലേ, അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിന്നെ ആൾ വന്ന് കണ്ട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒളിച്ചു വയ്ക്കാനൊന്നും നിന്നില്ല, ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് പിന്നെ മാരേജൊക്കെ കഴിഞ്ഞു. പിന്നെ മാരേജ് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ത്രോട്ടിൻ്റെ ഈ പോർഷൻ ഇങ്ങനെ ഇതിപ്പോഴും ബൾക്കായിട്ട് തന്നെയാണ് നിൽക്കണത്. എനിക്ക് തൈറോയിഡ് നല്ല മാതിരി കൂടുതലാണ്. അപ്പം ഈ ഭാഗം ഇത്തിരി കൂടെ ബൾക്കായപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം ബ്ലഡിൽ നോർമലായിട്ടുണ്ട്. അപ്പം എൻ്റെ മദറിൻലോ അമ്മച്ചിക്ക്, ഞാൻ ഇതിൽ അമ്മച്ചി എന്ന് പറയുന്നത് മുഴുവൻ ഇവിടുത്തെ അമ്മച്ചീനെ കേട്ടോ, എൻ്റെ അമ്മേനെയല്ല. അപ്പോൾ അമ്മച്ചിക്ക് വെച്ചാൽ കാര്യം അറിയുന്നത് കൊണ്ട്, അമ്മച്ചിക്ക് എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അമ്മച്ചി കല്യാണത്തിന് ഈ കാര്യം അറിഞ്ഞിട്ടും സമ്മതിച്ചത്. അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്കൊരു കൊച്ചിനെ പ്രസവിച്ച് തന്നാൽ മതി, ഞാൻ നോക്കിക്കൊണ്ട്, ഞാൻ അപ്പോഴത്തേക്ക് റിട്ടയർ ചെയ്യും, നീ എനിക്ക് കൊച്ചിനെ തന്നാൽ മതി, ഞാൻ നോക്കിക്കൊണ്ട്, എനിക്ക് അതിനൊരു വിഷമവും ഇല്ല, നീ അടിച്ചു പൊളിച്ച് നടന്നു, നീ അടിച്ചു പൊളിച്ച് നടക്കാൻ കുട്ടിയാണ്, നീ അടിച്ചു പൊളിച്ച് നടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ജോളിയായിട്ട് അങ്ങനെ പോകുമായിരുന്നു. അപ്പം ലോക്ക്ഡൗൺ വന്നു. അപ്പം ഞങ്ങൾക്ക് ഹണിമൂൺ അങ്ങനെ യാതൊന്നും പോകാൻ പറ്റില്ല. കാരണം ജാനുവരി 19 മാരേജ് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി 14 വരെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും വൈഫും കൊച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഓരോ ഫംഗ്ഷൻസിന്, പൂരം, പെരുന്നാൾ അങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. അല്ലാതെ ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ, അല്ലെ ഒരു ഹണിമൂൺ എന്നുള്ള രീതിയിൽ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 22 23 അങ്ങോട്ടാണ്. ആ കൃത്യം ഡേ, അതായത് മാർച്ച് 23 തോന്നുന്നു, 22 23 അതിൻ്റെ തലേന്ന് രാത്രി 9:30 ഇവിടുത്തെ അപ്പച്ചന് സ്ട്രോക്ക് വന്നു. അപ്പം അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആള് എക്സ് മിലിറ്ററി ആണെങ്കിലും ആ എക്സ് മിലിറ്ററിയുടെ ഇതിൽ അത് ചെയ്ത് അങ്ങനത്തേതായ ഇതൊന്നുമില്ല. ആള് നല്ല സൂപ്പറായിട്ട് പാടി അങ്ങനെ അടിച്ചു പൊളിച്ച് ചില്ലായി നടക്കുന്ന ഒരാളാണ്, നല്ലോണം കറങ്ങി. ഇപ്പം നമ്മൾ ആ ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ആൾക്ക് സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനായി, കർത്താവ് ഇത് എന്താ ചെയ്യുക, അതും ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പം നമുക്കൊരു രൂപരേഖയില്ല എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. സംഭവം തൊട്ടപ്പുറത്ത് അമലുണ്ട്, നമ്മൾ അമലേക്ക് കൊണ്ടുപോയതുകൊണ്ട് ആൾക്ക് ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. ഒരു എന്താ പറയുക, യാതൊരു വക പ്രശ്നമില്ലാണ്ട് ദൈവം ഈ നിമിഷം വരെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഫുൾ എല്ലാവരും വീട്ടിൽ തന്നെയായി. കാരണം ചേട്ടനും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ചേട്ടൻ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ജീവനായിട്ടുള്ള ആളാണ്. ബട്ട് അപ്പച്ചന് വയ്യാത്ത കാരണം ചേട്ടനും പിന്നെ പുറത്തു പോയില്ല. അപ്പോൾ ഇവിടെ നല്ല ഷട്ടിൽ കളി, പിന്നെ കുറച്ച് പറമ്പ് ഞങ്ങൾക്ക് വീടിനോട് ചേർന്നുണ്ട്, അത് വൃത്തിയാക്കലൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. അപ്പം 2-3 ദിവസമായിട്ട് ഷട്ടിൽ ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ 4 പേരും കളിക്കും. അമ്മച്ചിയും ഷട്ടിൽ കളിക്കും. ഞങ്ങൾ 4 പേരും മാറി മാറി കളിക്കുമ്പോൾ എനിക്കൊരു വയറുവേദന ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പം അതിൻ്റെ പെയിൻ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ആ കാര്യമേ വിട്ടു. പിന്നെ എനിക്ക് എൻ്റെ പീരിയഡ്സ്, ഈ തൈറോയ്ഡ് ഉള്ള കാരണം തന്നെ എനിക്ക് പീരിയഡ്സ് ഒട്ടും ഓർഡർ ആയിരുന്നില്ല. അപ്പോൾ പീരിയഡ്സ് വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊന്നും, അത് വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പോയിരുന്നത് പണ്ട് തൊട്ട്, എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പിന്നീട് ഒരു പ്രാവശ്യം അമ്മച്ചി പറഞ്ഞു, നീ എന്തായാലും എനിക്ക്
ഏപ്രിലിൽ എൻ്റെ പീരീഡ്സ് മിസ്സായി കുറച്ചും കൂടെ ഓർഡറായിട്ടല്ല, എന്നാലും ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടും കാണാതെ എനിക്ക് വയറുവേദനയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം എനിക്കാണെന്ന് വെച്ചാൽ യാതൊരു ഛർദി അങ്ങനെ ഒരു സിംറ്റവും ഇല്ല കേട്ടോ. ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസം അമ്മച്ചി പറഞ്ഞു ഒരു കിറ്റ് വാങ്ങിച്ചോണ്ട് ടെസ്റ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം വരെയും ഞാൻ 10-15 പ്രാവശ്യം റൂമിലേക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങലും അതിൻ്റെ തലേദിവസം വരെ ഷട്ടിൽ കളിക്കലും അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഇനിയിപ്പോൾ പീരിയഡ്സ് വന്നില്ലെങ്കിൽ മെഡിസിൻ എന്തെങ്കിലും കഴിച്ച് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. ടെസ്റ്റ് ചെയ്തപ്പം അങ്ങനെ ഒരു ഏപ്രിൽ 23 ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഏപ്രിൽ 23 ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് തന്നെ. കഴിഞ്ഞ മാസം മാർച്ചിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു, ബട്ട് ആ ടൈമിൽ ഒന്നും സംഭവിച്ചില്ല. ഇതിന് ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പെട്ടെന്ന് ക്യാരിങ് ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്താ പറയുക, സത്യമായിട്ടും അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23 വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പം ആ ഒരു ടൈമിൽ ദൈവമേ ഇത്ര പെട്ടെന്നൊക്കെ ക്യാരിങ്, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും കുറച്ച് നാൾ അടിച്ചു പൊളിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എല്ലാവരും ക്യാരിങ് ആയിട്ടുള്ളത്. അപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ അപ്പൻ്റെ റിയാക്ഷൻ, എനിക്ക് അപ്പനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അപ്പൻ്റെ റിയാക്ഷൻ എന്താ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. ശരിക്കും ഒരു പൊട്ടത്തി എന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നത്. പിന്നെ ഞാൻ അപ്പനെ വിളിച്ച് പറഞ്ഞപ്പോൾ അപ്പൻ ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടപ്പോൾ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാനും ഭയങ്കര ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ടെസ്റ്റ് ചെയ്ത് കിറ്റിൽ യൂറിൻ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാലും എൻ്റെ കേസിൽ അത് വിശ്വസിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ തൈറോയിഡ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പീരിയഡ്സ് തൊട്ട് ഓർഡറും അല്ല. അപ്പം എൻ്റെ ബോഡി ചിലപ്പം എന്താ പറയുക, യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അത് കറക്റ്റായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം β-HCG എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഒരു 400-450 രൂപയോളം വരും തോന്നുന്നുണ്ട് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പം ഞാൻ ഇവിടെ അമലയിൽ പോയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണ് എന്ന് കിട്ടിയിട്ടാണ്, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ആണത്. യൂറിൻ ടെസ്റ്റിൽ സാധാ HCG ഉള്ളൂ. ഇത് β-HCG എന്ന് പറയുമ്പം അതിൽ ഇത്ര ആഴ്ചയാണ് പ്രഗ്നൻ്റ് ആയിട്ട് ഇത്ര ആഴ്ച ആയിട്ടുണ്ടെങ്കിൽ ഇത്ര കൗണ്ട് വരണം. അപ്പോൾ ഇത്ര പ്രോപ്പർ ഗ്രോത്ത് ആണോ അല്ല, അങ്ങനെ കുറേ ഡയഗ്നോസിസ് ഈ ഒരു ബ്ലഡ് റിസൾട്ട് നിന്ന് കിട്ടും. അങ്ങനെ ബ്ലഡ് റിസൾട്ട് കിട്ടി നെക്സ്റ്റ് ഡേ, അതൊരു ഞായറാഴ്ചയായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ ഞാനും ചേട്ടനും അമ്മച്ചിയും കൂടെ ഡോക്ടറെ ചെന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ എനിക്ക് പിന്നെ ആ ദിവസങ്ങളിലൊന്നും അങ്ങനെ തലചുറ്റോ ഛർദി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്കൊന്നും ഒരു പ്രശ്നം തോന്നിയില്ല. അപ്പം ഞാൻ ബുള്ളറ്റുമ്മേ ചേട്ടൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ പോവും, തിരിച്ചു വരും, നല്ല ഇതിലാണ് പോയിരുന്നത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദി തുടങ്ങി. പിന്നത്തെ ഞായറാഴ്ച ഞാൻ കാലത്ത് എനിക്ക് വരുമ്പം എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും തലചുറ്റലൊക്കെ ആയിട്ട് ഞാൻ ഫ്ലാറ്റായി തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഫ്ലാറ്റായി തുടങ്ങി. ബട്ട് എന്നാലും ഛർദിയും ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ബുള്ളറ്റിൽ പോവാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് എൻ്റെ ഇൻഫെക്ഷൻ്റെ ഇത് രൂക്ഷമായി വന്നു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന ടൈമിലാണ് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് അമ്മ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് നീ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടും കുറയാതെ, പിന്നെ രണ്ടാമത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇതൊരു ഇൻഫെക്ഷനാണ്, കാര്യമാക്കേണ്ട, എല്ലാവർക്കും വരണതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. ആള് ചെക്ക് ചെയ്ത് പോലും നോക്കിയില്ല. എനിക്കാണെന്ന് വെച്ചാൽ താഴേക്ക് നല്ല വേദനയുണ്ടായിരുന്നു, ഈ അടിവേറിൻ്റെ അവിടെ താഴേക്ക് നല്ല വേദനയുണ്ടായിരുന്നു. ആളത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. കാരണം ആൾ ഒരുപാട് പേഷ്യൻസിനെ കാണുമ്പോൾ എല്ലാവർക്കും വരുന്നതാണല്ലോ ഇൻഫെക്ഷൻ, ഇത് ഇങ്ങനത്തെ ഒരു ഇതായിട്ട് മാറുന്ന ആളും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആളെന്നെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നീട് 1-1.5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വയറ്, ഞാനൊരു ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഫോട്ടോ. എനിക്കൊരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ഇങ്ങനെ വയറിൽ ഈ ഇൻഫെക്ഷൻ്റെ ഇത് കൂടി ഉള്ളിലേക്ക് പഴുപ്പ് കയറിയിട്ട് നീര് കെട്ടി നീരുവെള്ളമായി വയറിൻ്റെ അകത്ത്. അപ്പോഴും അതാണ് ഈ വെള്ളമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്കന്ന് ഈ 3 മാസത്തിന് ശേഷമാണ് അമ്നോട്ടിക് ഫ്ലൂയിഡ് വരുള്ളൂ. അതൊന്നും നമുക്കറിയില്ല ആ ഒരു ടൈമിൽ. നമുക്ക് ആ ടൈമിൽ ആകെ കൂടെ അറിയാവുന്ന ഒരു കാര്യം വെള്ളം പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഇറ്റ്സ് എ ചാൻസ് ഫോർ അബോർഷൻ, ഇത് മാത്രമാണ് നമുക്കറിയുന്നത്. ദൈവമേ, ടെൻഷൻ അടിക്കലും ആകെ സംഭ്രമമായി. പിന്നെ എന്ത് ചെയ്യണം എന്നറിയാണ്ട്. പിന്നെ ഒരു ദിവസം ഈ ഡിസ്ചാർജിൻ്റെ കളറ് യെല്ലോ ആയിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നത്. കാഷ്വാലിറ്റി പോയി കഴിഞ്ഞ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പം ലേബർ റൂമിൽ കൊണ്ടുപോയി. എനിക്ക് അന്നൊക്കെ നല്ല പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്നത് അമ്മച്ചി കേട്ടോ. അമ്മച്ചി എനിക്ക് കുരിശൊക്കെ വെച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല മോളെ, നീ പേടിക്കണ്ട, നീ പൊക്കോ എന്ന് പറഞ്ഞു. എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ നേരത്തെ സത്യം പറഞ്ഞാൽ ഹസ്ബൻഡിനെ ചേട്ടനെ കാണുമെന്ന് എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് അമ്മച്ചീനെ മതി. എനിക്ക് എൻ്റെ അമ്മേനെ കാണണമെന്നുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ കാണുമ്പോൾ എന്താ തോന്നാന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ അമ്മേനെ കാണണമെന്നുണ്ടായിരുന്നില്ല. എനിക്ക് അമ്മച്ചി എൻ്റെ കൂടെ വരണം, അമ്മച്ചി എൻ്റെ കൂടെ വരണം, എനിക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മച്ചി ഇങ്ങനെ ഡോറിൻ്റെ ആ ലേബർ റൂമിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ചേട്ടനിങ്ങനെ അവർ ഓരോ മെഡിസിനും അതൊക്കെ പറഞ്ഞപ്പം അത് മേടിക്കാൻ പോയി. അമ്മച്ചി ആ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് ആ ഡോക്ടർ, അതൊരു ഞായറാഴ്ചയായിരുന്നു, ആ ഡോക്ടർ വന്നിട്ട് എന്നെ ഒരുപാട് ചീത്ത. സംഭവം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇൻഫെക്ഷൻ്റെ മാക്സിമം എത്തിയിട്ട് ആ ഡോക്ടർ ചെക്ക് ചെയ്തപ്പം ആ ഡോക്ടർക്ക് ഉണ്ടായ ദേഷ്യമാണ്. ഒരു അറപ്പ് തോന്നൂല്ലോ, നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ല.
അപ്പോൾ അതിൽ നിന്നാണ് ആ ഡോക്ടർ എന്നെയും ഞങ്ങളെ 3 പേര് നിർത്തി അങ്ങ് ചീത്ത പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താ പറഞ്ഞത്, എങ്ങനെയാണ് ക്ലീനായി നടക്കുക എന്നറിയില്ല, അത് എന്നൊക്കെ പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉണ്ടാവണതാണ്, ഇയാൾ ശ്രദ്ധിക്കാണ്ട് കൂടിയതാണ്. നമ്മളിവിടെ എത്രത്തോളം ഡെയിലി ചൂടുവെള്ളത്തിലിരിക്കലും ക്ലീനിങ്ങും എല്ലാം പക്കയായിട്ട് ചെയ്തിരുന്നു. കാരണം ഇവിടുത്തെ അപ്പച്ചൻ്റെ പെങ്ങള് നേഴ്സാണ്. ആള് ഈ പ്രഗ്നൻസി, അതായത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഹെഡ് നേഴ്സാണ്. അപ്പം ഞാൻ ആൻറ്റിയുടെ അടുത്ത് വിളിച്ച് ഈച്ച് ആൻഡ് എവറിത്തിങ് ചോദിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അപ്പം അത്രയും ക്ലീൻ ആയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ ആ ഡോക്ടർ കഥ അറിയാതെ, ഇതാണ് അസുഖം എന്നറിയാതെ ആ ഡോക്ടർ ഒരുപാട് അങ്ങ് ഫയർ ചെയ്തു. ഞാനപ്പം എൻ്റെ തെറ്റെന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ചു വന്നു. ഞാൻ ആസ് യൂഷ്വൽ എല്ലാ പണികളും ചെയ്തു തുടങ്ങി. എനിക്ക് വെറുതെ ഇരിക്കാനൊരു ബോറടി. അപ്പം ഞാൻ അമ്മച്ചിയുടെ കൂടെ അടുക്കളയിൽ നിന്നിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചെയ്തു തുടങ്ങി. പിന്നീട് എനിക്ക് എന്ത് ചെയ്തിട്ട് ഇൻഫെക്ഷൻ മാറില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ മാറ്റി കാണിച്ചു. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ഇൻഫെക്ഷൻ്റെ പ്രൊസീജിയറിൽ കൂടെ ഞാൻ പോയതായാലും ഞാൻ പറയാം. അങ്ങനെ പിന്നീട് 5ാം മാസത്തെ സ്കാനിന് മുമ്പ് കുട്ടിയുടെ മൂക്ക് കാണാനില്ല പറഞ്ഞിട്ട് 3ാം മാസം നമുക്ക് ഒരു NT സ്കാൻ എടുക്കും. ആ NT സ്കാനിൽ കുട്ടിക്ക് മൂക്കുണ്ടോ എന്നാണ് അറിയേണ്ടത്. അത് നോക്കിയപ്പോൾ കുട്ടിയുടെ മൂക്ക് വളരെ ചെറുതായിട്ട് കാണാം, അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം, ആ ഒരു ഇതിലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികൾക്കാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പം ഡോക്ടറെ വേഗം നമ്മൾ വേറെ ഡോക്ടറെ മാറ്റി കാണിച്ചപ്പോൾ ആ ഡോക്ടർ സ്കാനിങ്ങിനൊക്കെ പറഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്തപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള നേസൽ ബോൺ വന്നു. അത് ചില സ്കാനുകളിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ, കുട്ടി മറിഞ്ഞൊക്കെ കിടക്കാൻ വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടില്ല, അതുകൊണ്ടുണ്ടായ പ്രശ്നമാണ്. പക്ഷെ നമ്മളെ അത് ഒരുപാട് പാനിക്കാക്കി. നമുക്കറിയില്ലല്ലോ ഇതിൻ്റെതാണ് പ്രശ്നം എന്നുള്ളത്. നമ്മളത് ഒരുപാട് പാനിക്കാക്കി. പിന്നെ മൂക്കൊക്കെ ഉണ്ട്, യാതൊരു കുഴപ്പമില്ല. 5ാം മാസത്തെ അനോമലി സ്കാൻ ചെയ്തു, അപ്പോഴും കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മളത് മാത്രം നോക്കുന്നത്. അന്ന് എൻ്റെ വേദന കുറയുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചില്ല. അങ്ങനെ എൻ്റെ വേദന മാറാകുകയും എനിക്കൊന്നും കഴിക്കാനും പറ്റണില്ല. പിന്നെ എനിക്ക് ഒരു 3 ദിവസമൊക്കെയാണ് ഛർദ്ദിച്ച് ഒന്നും കഴിക്കാൻ പറ്റാണ്ട് പക്ക ബെഡ് റിഡൺ ആയിട്ട് ഞാൻ ഇരുന്നിട്ടുള്ളൂ. മറ്റേതൊക്കെ കാലത്ത് കഴിക്കും ഛർദ്ദിക്കും, ഉച്ചയ്ക്ക് കഴിക്കും ഛർദ്ദിക്കും, രാത്രി കഴിക്കും ഛർദ്ദിക്കും, ചിലപ്പോൾ 4 മണിക്കും ഛർദ്ദിക്കും, എണീറ്റ് ഉടനെ ഛർദ്ദിക്കും. അങ്ങനെ ഒരു എന്തായാലും ഡെയിലി ഒരു 4 പ്രാവശ്യം ഛർദ്ദിക്കും, അത് ഉറപ്പാണ്. ബട്ട് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കില്ല, എനിക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു 3 ദിവസം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു ഇതാണെങ്കിൽ സാധാരണ ഈ ഒരു പാറ്റേണിൽ പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ നിൽക്കണം. എനിക്കൊരു 4.5 മാസമായിട്ട് 5 മാസമായിട്ട് നിൽക്കാതെ ആയപ്പോഴാണ് ആൻറ്റി സ്കാൻ റിപ്പോർട്ടുകളൊക്കെ നീ ഫുൾ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് ഷോർട്ട് സർവിക്സ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പം എനിക്ക് ഈ ഇൻഫെക്ഷനും ഷോർട്ട് സർവിക്സും വരുമ്പോൾ ഞാൻ അതനുസരിച്ച് ഓരോ പണികൾ ചെയ്യുമ്പോൾ എൻ്റെ ബോഡി ടയേർഡ് ആവുക. അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന എടുക്കണത് ഈ കപ്പാസിറ്റി, യൂട്രസിന് കപ്പാസിറ്റി ഇല്ലാതെ ഇറങ്ങി വരാമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പം ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റായി. അങ്ങനെ ഞാൻ പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും സെലിബ്രേഷൻസ് ഒന്നും ഞാൻ മുടക്കാറില്ല. അങ്ങനെ ഓണത്തിന് ഫസ്റ്റ് തവണ എൻ്റെ വീട്ടിലാണല്ലോ. ഞാൻ എൻ്റെ അപ്പനെ പിരിയില്ല, അപ്പ എന്നെ ഓണത്തിന് കൊണ്ടുപോകും, അപ്പ ഇവരെല്ലാവരും എന്നെങ്കിലും തിരങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകാം എന്ന് ഞാൻ പിരിയേറ്റ്. ലാസ്റ്റ് അപ്പം പറഞ്ഞു, ശരി നിൻ്റെ വീട്ടുകാരും ചീത്ത ഇട്ടാലും വേണ്ടില്ല, ഞാൻ വിളിക്കാം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ സാമ്രാജ്യമാണല്ലോ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനാണല്ലോ. ഞാൻ അമ്മേനെ അപ്പനൊക്കെ ചീത്ത വിളിച്ച് ഞാൻ ഓരോ പണികളൊക്കെ ചെയ്യാൻ, കാരണം ഇരുന്നിരുന്ന് എനിക്ക് ഭ്രാന്ത് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഓരോ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പണികൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഓണം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ അപ്പച്ചനും അമ്മച്ചൊക്കെ ഓണത്തിന് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഇവിടേക്ക് എത്തി. ഞായറാഴ്ച ഞങ്ങളായിരുന്നു തോന്നുന്നുണ്ട് ഓണം, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് തിങ്കളാഴ്ച കഴിഞ്ഞു. ചൊവ്വാഴ്ച ആയപ്പോൾ എനിക്ക് കാലത്ത് ഞാൻ ബാത്റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് താഴേക്ക് വെയിറ്റ് ഫീൽ ചെയ്യുക. ഞാൻ കർത്താവ്, എനിക്ക് ആകെ പേടിയായി തുടങ്ങി. അപ്പോൾ ചേട്ടൻ ഓഫീസിൽ പോകാൻ നിൽക്കുക. എനിക്ക് തീരെ പറ്റണില്ല. അപ്പം ഞാൻ വേഗം ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് നല്ല ഡൗട്ടുണ്ട്, ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ എന്നുള്ളതെന്ന്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കലാപമായിരുന്നു. അങ്ങനെ തന്നെ അപ്പം ചേട്ടൻ്റെ ഒച്ചപ്പാട് കേട്ടിട്ട് അപ്പച്ചനും അമ്മച്ചി എന്താണെന്ന് ചോദിച്ചു. ചേട്ടൻ എന്നെ നല്ല മാതിരി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാനും, നിന്നോട് ഇണങ്ങരുന്നുണ്ട്, നിൻ്റെ വാശിക്കാണ് നീ വീട്ടിൽ പോയത് ഒക്കെ, എന്നിട്ട് ഇപ്പോൾ എന്താ കാണിച്ചത് എന്നുള്ള രീതിക്ക് നല്ലോണം ചീത്ത കിട്ടു. എന്നാലും ഞാൻ സമാധാനത്തിൽ സംയമനത്തിലായിട്ട് ഒന്നും മിണ്ടാതെ നിന്നു. തെറ്റ് നമ്മുടെ ഭാഗത്താണല്ലോ. പക്ഷെ അമ്മച്ചി അപ്പച്ചനും വന്നിട്ട് പോട്ടെ സാറില്ലേ നമുക്ക് ഡോക്ടറെ കാണാൻ, നീ ജോലിക്ക് പോയതുകൊണ്ട് അപ്പച്ചൻ ചേട്ടനെ ജോലിക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അപ്പച്ചനും അമ്മച്ചിയും കൂടിയിട്ട് തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പൊന്നു മോളെ ഇൻഫെക്ഷൻ്റെ അവസ്ഥ. ഞാൻ അപ്പോഴേക്കും 2 ഡോക്ടർമാരെ മാറ്റിയിട്ട് എനിക്ക് പറ്റിയ ഡോക്ടറായ ഞാൻ മദർ ഹോസ്പിറ്റലിലെ ബിന്ദു വർഗീസിനെയാണ് കാണിച്ചത്. സൂപ്പർ ആളാട്ടോ, നല്ല ചീത്തയും പറയാന്ന് വെച്ചാൽ നല്ല കോമഡി ആയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഡോക്ടറാണ്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പം ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. അപ്പോൾ ഡോക്ടർ എൻ്റെ പൊന്നു മോളെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള കാരണം എനിക്കിത് ഇറങ്ങി വന്ന് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല, ഇതെന്താ അവസ്ഥ എന്ന് എനിക്ക് പിടികിട്ടണില്ല. നീ ഇപ്പം എന്തായാലും സംഭവം എന്തോ പ്രശ്നമുണ്ട്, നീ എന്തായാലും പോയി പ്രൊജസ്ട്രോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് ടെൻഷനായിട്ട് ഇത് നോക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവണ്ട, അത്രമാത്രം ഇൻഫെക്ഷനായിട്ട് പഴുത്തു. അപ്പോൾ എനിക്ക് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവണ്ട, എന്നിട്ട് നീ ദൈവത്തെ ഓർത്ത് ഇണങ്ങരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി പ്രൊജസ്ട്രോൾ ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ടൊരു ഗുണമുണ്ട്, ഈ വേദനകളൊക്കെ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വേദന ഞാനത് ഇങ്ങനെ കാര്യമാക്കി വേദന എടുത്തിട്ട് വയ്യാന്ന് അങ്ങനത്തെ ഒരു ഇതില്ല. കുറച്ച് എനിക്ക് വേദന ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഞാൻ പ്രൊജസ്ട്രോൾ ഇഞ്ചക്ഷൻ അപ്പോൾ അത് 2 ഇതായിട്ട് എടുക്കണ്ടേ, 15 ദിവസം കൂടുമ്പം 500 ml 500 അത്ര ഇങ്ങോട്ടാണ് ഉണ്ടായിരുന്നത്, എനിക്ക് കൃത്യമായിട്ട് കൗണ്ടൊന്നും ഓർമ്മയില്ല കേട്ടോ. 500 തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ അത് ചെന്നെടുത്തു. പിന്നെ വന്നു അങ്ങനെ തന്നെ കിടന്നു. അപ്പം എല്ലാവരും
പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൊത്തം ഫാമിലിയിൽ എല്ലാവരും ഇത് എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ തുടങ്ങി. അപ്പോൾ എനിക്കറിയാം ഇത് എൻ്റെ ബോഡി, എനിക്കുള്ള പ്രശ്നം, കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഡോക്ടർ 2 ഡോസ് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ തന്നിട്ടും എനിക്ക് പെയിനും ഈ ഇറങ്ങി വരുന്ന ഫീലും പോകാണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെയും ഡോക്ടർ 3ാമതും കൾച്ചറിന് കൊടുക്കണത്, ഈ വജൈനൽ ഡിസ്ചാർജ്. എനിക്കപ്പം ഓരോ പ്രാവശ്യം പോകുമ്പോഴും എനിക്ക് ഇൻറ്റേർണൽ ചെക്കപ്പ് ചെയ്തിരുന്നു. അത് ചെയ്യാതെ ഡോക്ടറെ കുറ്റം പറയാൻ പറ്റില്ല, അത് ചെയ്യാതെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഡോക്ടേഴ്സിന് എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇൻറ്റേർണൽ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ പഴുത്തിരിക്കുന്ന സമയത്ത് ഇൻറ്റേർണൽ ചെക്കപ്പും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ജീവൻ പോണ വേദന ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഷൗട്ട് ചെയ്യാനൊന്നും നിന്നില്ല. എന്നിട്ട് ഡോക്ടർ അത് ടെസ്റ്റിന് കൊടുത്ത് അങ്ങനെയാണ് എനിക്ക് GBS പോസിറ്റീവ് ആണെന്നുള്ളത് വരുന്നത്. അപ്പോഴേക്കും എനിക്ക് പെയിനും ആകെ ഒരു ഇങ്ങനെ ഇരിക്കലും അല്ല, ആരും മിണ്ടാനും ഒന്നിനും ഇല്ലാണ്ട് ഇരിക്കലും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ എനിക്ക് ആകെ ഒരു ഡിപ്രസ്ഡ് ഫീലിലേക്ക് ഞാൻ എത്തി. അങ്ങനെ അപ്പോൾ ഡോക്ടർ എന്നോട് GBSൻ്റെ കാര്യം യാതൊന്നും പറഞ്ഞില്ല. നീ പൊക്കോ, ഞാൻ ഡെലിവറിയിൽ നോക്കിക്കൊണ്ട്, നിനക്കിപ്പോൾ പെട്ടെന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ബട്ട് നീ ഷുഗറും പ്രശ്നവും വരാതെ നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഗൂഗിളിലിട്ട് തോണ്ടുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ. ഗൂഗിൾ ചേച്ചിനെ അപ്പം നമ്മൾ വിളിക്കും. ഗൂഗിൾ ചേച്ചിനെ വിളിച്ചപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ആ കാര്യം പിടികിട്ടി കഴിഞ്ഞപ്പോൾ ഞാനൊന്നും കൂടെ പാനിക്കായി. അങ്ങനെ പാനിക്കായി കഴിഞ്ഞ് എനിക്ക് സ്ലോലി പ്രഷർ വന്നു തുടങ്ങി. 7ാം മാസമൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ കാല്, അതായത് എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് 6ആണ്. 7ാം മാസം കഴിയുമ്പോഴേക്കും എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് 10 എന്നിട്ട് ആ 10 ഇട്ടിട്ട് അടക്കം എൻ്റെ കാലുമ്മ പാട് വീണ് കൊള്ളാത്ത അത്രയ്ക്കും നീരായി. 162 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഞാൻ 58 കിലോയായിരുന്നു ഞാൻ ക്യാരിങ് ആയി 2ാം മാസത്തിലായിരുന്നത്. ഞാൻ ഈ 7ാം മാസം വരെ ഈ 58 കിലോയിൽ നിന്ന് 1 കിലോ പോലും ഞാൻ കൂടിയിട്ടില്ല. 7ാം മാസമായിട്ട് 1 കിലോ പോലും കൂടിയിട്ടില്ല. അവിടെ നിന്ന് ഞാൻ കൂടിയത് അത്രമാത്രം നീര് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഡോക്ടർ അപ്പോൾ ഒരു 7.5 മാസം വരെ കുട്ടിക്കും വെയിറ്റ് എന്താ പറയുക 1 കിലോ ഒന്നും അവൾ ഉണ്ടായിരുന്നില്ല 7.5 മാസമായിട്ടും. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി കുട്ടി വെയിറ്റ് കൂടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ പണി പാളി. അപ്പോൾ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ അങ്ങനത്തെയൊക്കെ എടുത്ത് ഞാൻ ഓൾറെഡി ടയർഡായിരിക്കും, ഇനി വീണ്ടും ഇഞ്ചക്ഷൻസ് ഒക്കെ തന്നാൽ ഞാൻ ചത്തുപോകുന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കിട്ടണത് മുഴുവൻ വാരി വലിച്ച് തിന്നാൻ തുടങ്ങി. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ എന്നെങ്ങണ്ട ഇരുന്നിരിപ്പിരിക്കാൻ പറഞ്ഞു. അല്ല 6.5 മാസം കേട്ടോ, 7.5 മാസം അല്ല 6.5 മാസം ഇരുന്നിരിപ്പിരിക്കാൻ പറഞ്ഞു. ഫുൾ കിടക്കുക, നന്നായി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 6.5 മാസം ആയപ്പോഴേക്കും എനിക്ക് നീരൊക്കെ നന്നായിട്ട് വന്നു. 6.5 മാസം കഴിഞ്ഞ് 7.5 മാസത്തിൻ്റെ ചെക്കപ്പിന് പോയപ്പോഴേക്കും കുട്ടി ഇത്രയും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ വെയിറ്റ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എനിക്കൊരു ആശ്വാസമുണ്ട്, ഇനി കുട്ടി തന്നെത്താനെ നീ കഴിക്കുന്നതനുസരിച്ചിട്ട് കയറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആശ്വാസത്തിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു അപ്പം ഒരുവിധം ഹെൽത്തി ആയി ബേബി, അപ്പോൾ ഇനി നീ കുറച്ചൊക്കെ, എനിക്ക് അപ്പോഴേ കുട്ടി ഹെഡ് ഡൗൺ പൊസിഷനിൽ തന്നെയായിരുന്നു, സെഫാലിക് പൊസിഷനിൽ തന്നെയായിരുന്നു. അങ്ങനത്തെ കാര്യത്തിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത്, ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് കുട്ടി ഹെഡ് ഡൗൺ പൊസിഷനിൽ തന്നെയായിരുന്നു. ബട്ട് എനിക്ക് ഒന്നും കൂടെ ബോഡി റിലാക്സ്ഡ് ആവാനായിട്ട്, അതിനേക്കാൾ ഉപരി മൈൻഡ് ഫ്രീ ആവാനായിട്ട് നീ ജസ്റ്റ് ഒന്ന് താഴേക്കൊക്കെ ഇറങ്ങി എന്താ നടക്കുന്നത് അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കി മോണിറ്റർ ചെയ്ത് പൊക്കോന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേ എൻ്റെ ആൻറ്റി പറഞ്ഞിരുന്നു മോളെ നീ അനങ്ങരുത്, ഡോക്ടർ നിൻ്റെ മെൻ്റൽ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, പക്ഷെ നീ അനങ്ങിയാൽ നിനക്ക് തന്നെയാണ് പ്രശ്നം വരാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആൻറ്റി എനിക്കൊരു കുഴപ്പമില്ല എന്നിട്ട് ഞാൻ തുള്ളി കളിച്ച് നടന്നു. അങ്ങനെ 8ാം മാസം ആയപ്പോൾ എൻ്റെ വയറ്റിന് അനക്കില്ല, കുട്ടിയുടെ അനക്കില്ല, വയറിങ്ങനെ കരിങ്കല്ല് മാതിരി നിൽക്കുക. എൻ്റെ കർത്താവേ എല്ലാവരും പേടിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെയായിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് അമ്മച്ചി ഇത്തിരി എനക്കും കുറവാന്ന് തോന്നുന്നുണ്ട്, അമ്മച്ചി അത് തരുമോ ഇത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, അമ്മച്ചി വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ട് പാവം ഉണ്ട് കേട്ടോ, എന്നും എനിക്കുള്ള അതും ഇതും എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. എനിക്ക് ശരിക്കും വിഷമം തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുകളിലെ ബെഡ് റെസ്റ്റിൽ ഇരുന്നിരുന്നേ പറഞ്ഞല്ലോ, ഒക്കെ മുകളിലേക്ക് എല്ലാ നേരവും എടുത്തുകൊണ്ട് തരും, ഇടനേരത്ത് എടുത്തുകൊണ്ട് തരും, പിന്നെ ഡ്രസ്സ് വാഷിങ് ഒക്കെ അമ്മച്ചിയാണ് ചെയ്തിരുന്നത്. അങ്ങനെ 8ാം മാസത്തിൽ ആദ്യത്തെ ദിവസം അതുകൊണ്ട് ഞാൻ അമ്മച്ചിയുടെ അമ്മച്ചി അത് അമ്മച്ചി തിന്നിട്ടൊക്കെ വാങ്ങിച്ചു തന്നു. അതായത് നമുക്ക് കുട്ടി അനങ്ങുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമുള്ള നാരങ്ങ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നല്ല മധുരമായിട്ടുള്ള പാൽ ചായ പാൽക്കാപ്പി കുടിക്കുക, പിന്നെ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം കുടിക്കുക, ചെറുചൂട് വെള്ളം കുടിക്കുക, ഇങ്ങനെ ഓരോന്നൊക്കെ ഐസ്ക്രീം കഴിക്കുക. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും കുട്ടിക്ക് അനക്കമില്ലെങ്കിൽ നമ്മൾ, അതായത് ഡെയിലി ഒരു 20 അനക്കമെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. അങ്ങനെയാണ് ശരിക്കും പറയുക. എനിക്കിത് എന്ത് ചെയ്തിട്ടും യാതൊരു എഫക്റ്റും ഉണ്ടായിരുന്നില്ല, വയർ കല്ല് പോലെ നിൽക്കുക. അപ്പം ഞാനിത് ഇങ്ങനെ നിൽക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിക്ക് നമ്മളിങ്ങനെ കസിൻസിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്ക് ഡെലിവറിയുടെ പെയിൻ വരാറായോ, കാരണം ഫോൾസ് പെയിനിൽ ഇതുമാതിരി തന്നെ വയർ കല്ലയ്ക്കും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു മാക്സിമം പോയ 2 മണിക്കൂർ കഴിയുമ്പോൾ അത് മാറും. പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെ അത്രമാത്രം ഇതായിട്ടാണ് നിൽക്കുന്നത്, കോൺട്രാക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, അത്രയ്ക്കും വികസിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി കുട്ടിക്ക് പ്രീ ടേമിൻ്റെ ആണോ എന്നുള്ളത് അപ്പുറത്തുള്ളവരൊക്കെ ഞാനത് കാര്യമാക്കിയില്ല. അന്നത്തെ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, എനിക്കൊരു ഇതായിട്ട് ഫീൽ ചെയ്യും, എനിക്ക് എന്തൊക്കെയോ വേദനകൾ വരണ മാതിരിയായി. അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഇനി രാത്രി വല്ലതും വരണമെന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ എൻ്റെ ഡോക്ടറെ ഒന്ന് വിളിച്ചിട്ട്, ഡോക്ടറെ എനിക്കിങ്ങനെ വയറിങ്ങനെ കമ്പിച്ച് നിൽക്കുന്നുണ്ട്, ഭയങ്കര കരിങ്കല്ല് മാതിരി ഇരിക്കണത്, എനിക്കൊരു വേദനയുടെ അസ്വസ്ഥത കൊണ്ട് കുട്ടിയുടെ എനക്കും 2 ദിവസമായി കിട്ടിയിട്ടില്ല. ഇത് പറയല്ല, ഡോക്ടർ എന്നെ എന്തൊക്കെയോ ചീത്ത വിളിച്ചിട്ട് ഇപ്പം തന്നെ ഡ്രസ്സ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു.
അങ്ങനെ ഞാൻ അഡ്മിറ്റായി. ഞാൻ ഈ റീസൺ പറഞ്ഞ് കാഷ്വാലിറ്റിന്ന് നമ്മൾ ലേബർ റൂമിലേക്ക് എത്തിക്കണമെങ്കിൽ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യണം. അതിന് മുമ്പ് എന്താ പ്രശ്നം എന്നുള്ളത് ഒരു റൈറ്റപ്പ് എഴുതി ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക് അങ്ങോട്ട് വിടാൻ. ഇവർ സെതസ്കോപ്പും കുന്തം കുടച്ചക്രവും എല്ലാം എടുത്തിട്ട് എൻ്റെ വയറുമ്മ വെച്ച് നോക്കിയിട്ട് ഇവർ പറയും, ഇത് എന്ത് കുട്ടിയുടെ വയർ ഇങ്ങനെ, ഇത് എന്തെങ്കിലും ഇനി ഉള്ളിൽ വല്ല റപ്ചർ ഉണ്ടായിട്ടാണോ അത് ഇങ്ങനെ നിൽക്കുന്നത്, മോൾക്ക് ബ്ലീഡിങ് ഉണ്ടോ, വല്ല ഹെവി ഇൻഫെക്ഷൻ ഉണ്ടോ, ഇവർ ഇതൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ആകെ പേടിയായി തുടങ്ങി. അങ്ങനെ ഹെവി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ വയറ് കമ്പിച്ച് കുട്ടിക്ക് ഡെത്ത് സംഭവിക്കാം. എനിക്കങ്ങ് ആകെ കയ്യും കാലും മരച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് നോക്കിയപ്പം അവരൊരു ബെൽറ്റ് ഇട്ടിട്ട് നോക്കും. ഒരു അതിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ പേര് ഞാൻ മറന്നു. ഇങ്ങനെ ഒരു ജെല്ലാക്കിയിട്ട് കുഞ്ഞൊരു സംഭവം ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ കാഷ്വാലിറ്റിയിലും ഡോക്ടറിൻ്റെ റൂമിലൊക്കെ ഹാർട്ട് ബീറ്റ് കേൾക്കുക കുട്ടിയുടെ. പക്ഷെ നമ്മൾ ലേബർ റൂമിൽ ചെല്ലുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ബെൽറ്റും മാതിരി നമ്മുടെ വയറുമ്മ കിട്ടും. ആ ബെൽറ്റ് മാതിരി ഉള്ളത് കെട്ടിയിട്ട് നോക്കിയപ്പം 180, 200 ഒക്കെയാണ് ഹാർട്ട് ബീറ്റ് കയറി പോകുന്ന കുട്ടിയുടെ. അപ്പം തന്നെ ഇവർക്ക് മനസ്സിലായി എന്തോ ഇതുണ്ടെന്ന്. അങ്ങനെ ഇവർ നമ്മുടെ പെയിനും നോക്കാനായിട്ടുള്ള, നമ്മുടെ കോൺട്രാക്ഷൻ വരണോ നോക്കാനുള്ള ബെൽറ്റും കൂടിയും കെട്ടിയപ്പം എനിക്ക് പ്രീ ടേമിൻ്റെ കോൺട്രാക്ഷൻസ് വന്നിട്ട് അത് മനസ്സിലാവാതെ നിൽക്കുന്ന ഒരു ആളായിട്ടാണ് അവിടെ എല്ലാം ഡോക്ടർ, അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറൊക്കെ തന്നെ ചീത്ത പറഞ്ഞു. നഴ്സുമാരും, മോൾക്ക് വേദന എന്ന് പറയുന്ന ഒരു സാധനം അറിയുന്നില്ലേ, ഇതുമാതിരിയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേദന വരുമല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് യാതൊരു വേദന ഉണ്ടായിരുന്നില്ല. ഞാൻ ചിരിച്ച് കളിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് അവർ ഷുഗർ നോക്കിയപ്പോൾ എനിക്ക് ഷുഗർ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അവർ അഡ്മിറ്റ് ചെയ്തു. പിറ്റേന്ന് ഡോക്ടർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് പ്രീ ടേമിൻ്റെ സിംറ്റംസ് ഉണ്ട്, എനിക്ക് വീട്ടിലേക്ക് ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടാൻ പറ്റില്ല, കാരണം ഇയാൾ പോകുന്ന വഴിക്ക് ഇനി വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും, കാരണം കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് തൊട്ട് കുറഞ്ഞിട്ടില്ല, ഇയാളുടെ ഷുഗറും കുറഞ്ഞിട്ടില്ല, ഒപ്പം പ്രീ ടേമിൻ്റെ സിംറ്റംസും ഉണ്ട്, സിവിയർ എഡിമയുണ്ട്. എഡിമ എന്ന് പറഞ്ഞാൽ കാലിൽ നീര് വന്ന് വീർക്കാതെ നമ്മുടെ BP ലെവലിൽ നല്ല വേരിയേഷൻ വരികയാണ്. അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷനിൽ എനിക്ക് ഇയാളെ വീട്ടിലേക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ ബർത്ത്ഡേ, 65ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞാനാണ് എല്ലാം പ്ലാൻ ഇട്ടത്. ഒക്കെ ഗിഫ്റ്റ് വാങ്ങിക്കലും ഒക്കെ ഞാനാണ് ചെയ്തത്. ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തും വരാൻ പറയലും അന്ന് എല്ലാവർക്കും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ എല്ലാം പ്ലാൻ ഇട്ടതാണ്. അപ്പം ഞാൻ പറയില്ല, എനിക്ക് വീട്ടിൽ പോകണം, അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടും ഡോക്ടർ സമ്മതിച്ചില്ല. അത് ഞാൻ അപ്പച്ചനെ വിളിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ അസുഖം മാറിയിട്ട് വന്നാൽ മതി, വേറൊരു ആളും കൂടിയും ജീവനുള്ളതാണ്, നീ അക്രമമൊന്നും കാണിക്കാൻ നിൽക്കണ്ട, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഒരാഴ്ച എനിക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ തന്നു. ഡോക്ടർക്ക് ഇത്തിരി ഒരു കൺഫ്യൂഷൻ മാതിരിയായിരുന്നു എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എനിക്ക് സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷനൊക്കെ തന്നു. അപ്പോൾ അത് 2 ഡോസായിട്ട് ചെയ്യുക. അപ്പോൾ 2 ഡോസായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷുഗർ വല്ലാണ്ട് അങ്ങ് കൂടും. എനിക്ക് അത് വളരെ നന്നായി കൂടിയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു വേറെ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു 6 ദിവസം കൊണ്ട് എൻ്റെ ദേഹം മുഴുവൻ അവർ ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ ഇടയിൽ ഒരു 100 ബ്ലഡ് ടെസ്റ്റ്. എനിക്ക് ആ ടൈമിൽ എൻ്റെ ഇൻഫെക്ഷൻ കൂടിയിട്ട് അതിൻ്റെ പെയിൻ, ഒപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലും പിന്നെ ഇത്രയും മരുന്നെടുക്കലും ഞാൻ അങ്ങോട്ട് ആകെ ഭയങ്കര വീക്കായി. അപ്പോൾ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു, അത് ഇത്തിരി സിവിയറായി, അതിൽ ബാക്ടീരിയാസ് വന്നു, എന്തെന്നാ പറയുക. അപ്പോൾ ഇതിനൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ടേ ഞാനങ്ങ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി. നമ്മുടെ ദേഹത്ത് മുഴുവൻ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഭയങ്കര പെയിനാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പെയിനൊന്നും വന്നില്ല, പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തെടുത്തെടുത്ത് ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. അങ്ങനെ 4ാമത്തെ ദിവസം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ യൂട്രസ് റിലാക്സ് ചെയ്യിക്കാനുള്ള മരുന്ന് തന്നിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഗുളിക കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടായിരുന്നു. ആ ഗുളികയുടെ തന്നെ പേരിൽ ഇച്ചിരി വ്യത്യാസത്തിൽ ഒരു പ്രഷറിൻ്റെ ഗുളികയുണ്ട്. അപ്പോൾ എനിക്കൊരു ദിവസം ഈ 4ാമത്തെ ദിവസം രാവിലെ വന്ന നേഴ്സ് പറഞ്ഞു, ഇത് പ്രഷറിൻ്റെ ഗുളികയാണ്, ഇയാളുടെ പ്രഷർ ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നോർമലാണ്, പിന്നെ എന്തിനാ ഇയാൾ പ്രഷറിൻ്റെ ഗുളിക കഴിക്കണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. നമുക്ക് വിവരമില്ലല്ലോ, നമ്മളത് വേണ്ടാന്നും പറഞ്ഞു. പക്ഷേ എനിക്കൊരു 4 മണിക്ക് ആയപ്പോൾ ഭയങ്കരമായിട്ട് വേദന വന്നു തുടങ്ങി. എനിക്കിപ്പോൾ പ്രസവിക്കണം എന്നുള്ള മാതിരി. അപ്പോൾ ഇനി ഫോൾസ് പെയിൻ ആണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ നേഴ്സുമാരോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, ആ വെള്ളം കുടിക്കുന്നു ഈ വെള്ളം കുടിക്കുന്നു, എന്ത് ചെയ്തോ ഇതിനൊരു മാറ്റമില്ല. അങ്ങനെ അമ്മച്ചി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കൊന്ത ചൊല്ലി തുടങ്ങി. അമ്മച്ചി വന്നിട്ട് എൻ്റെ കാലുഴിഞ്ഞരലും എല്ലാം, അമ്മച്ചി അത്രമാത്രം അമ്മച്ചി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അയ്യോ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എനിക്കറിയില്ലേ ഏതെങ്കിലും ഒരു അമ്മായിയമ്മ ഇത്രമാത്രം ഒരു മരുമകൾക്ക് ചെയ്തു കൊടുക്കുമെന്നുള്ളത്. അത്രമാത്രം എന്നെ സ്വന്തം മോളെക്കാളും സ്നേഹിക്കാൻ പറയില്ല, അതുമാതിരി എന്നെ സ്നേഹിച്ച് എല്ലാ കാര്യവും ചെയ്തത്. എൻ്റെ ഡ്രസ്സ് വാഷിങ്ങും എൻ്റെ ഇന്നേഴ്സും, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം എന്നെ കുളിപ്പിക്കലൊക്കെ അമ്മച്ചിയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് കാരണം എമർജൻസിയായി പോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് ഡെലിവറി വരെയും നിന്നത്. അത് കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ കഥ ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. അങ്ങനെ അപ്പം എനിക്ക് തീരെ പറ്റില്ല, എനിക്ക് പെയിൻ വന്നു. അങ്ങനെ അതായത് വീണ്ടും ഞാൻ ലേബർ റൂമിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് വീണ്ടും കോൺട്രാക്ഷൻ ഇത് വന്നു, എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ ഡോക്ടറെ വിളിച്ചപ്പം നഴ്സുമാർ ഓരോ നേരം കൊടുക്കുന്ന മരുന്ന് നോട്ട് ചെയ്യുമല്ലോ, അതിൽ ഈ ഗുളിക എഴുതിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു, എന്തുകൊണ്ട് ഈ ഗുളിക കൊടുത്തില്ല, ഇത് ഞാൻ ഈ കുട്ടിക്ക് ഏറ്റവും ഡോസ് കൂടുതലായിട്ടാണ് ഇത് കൊടുക്കുന്നത്, പിന്നെ ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ നിർത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളല്ല ഡോക്ടറെ നിർത്തിയത്, ഈ ഡ്യൂട്ടി ടൈമിൽ ഉണ്ടായിരുന്ന ഇന്ന നഴ്സാണ് നിർത്തിയത്, ഇത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് ആ കുട്ടിക്ക് യൂട്രസ് റിലാക്സ് ചെയ്യിപ്പിച്ച് ഡെലിവറിയുടെ പെയിൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, കോൺട്രാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണിത്, ഇത് ആരോട് ചോദിച്ചിട്ടാണ് നിർത്തിയത്, ഇതിപ്പോൾ തന്നെ കൊടുക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു 1 മണിക്കൂർ ഉറങ്ങിപ്പോയി. രാത്രി ഒരു 10:30 എണീറ്റപ്പോഴാണ്
എനിക്ക് എൻ്റെ വേദന പോയത്. അപ്പം ആ ഒരു എന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് സ്കാൻ ചെയ്തു. കുട്ടി സെഫാലിക് പൊസിഷനിൽ തന്നെ സ്പൈൻ മിഡ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തും, അതായത് കറക്റ്റ് ബർത്ത് കനാലിൻ്റെ അവിടേക്ക്. ആ പൊസിഷൻ, മിഡ് ലൈൻ പൊസിഷൻ, ആ പൊസിഷനിലേക്ക് എൻ്റെ കുട്ടി എത്തി. എനിക്ക് അത്രമാത്രം പെയിൻ വന്നു. ആ കറക്റ്റ് ബർത്ത് കനാലിൻ്റെ അവിടെ വരെ കുട്ടി എത്തി. അപ്പം ഡോക്ടർക്കും, പിന്നെ ഡോക്ടറിനോട് ചോദിച്ചു, ഞാൻ ഡ്രിപ്പൊക്കെ ഇട്ട് എനർജി ഒക്കെ വെപ്പിച്ച് വീട്ടിലേക്ക് വിടുകയാണെങ്കിൽ ഗുളിക കഴിക്കാൻ മറക്കരുത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഗുളിക കഴിച്ച് നിൻ്റെ വേദന നിനക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ എനിക്കിത് 8ാമത്തെ മാസം എന്ന് പറയുമ്പോൾ 32 ആഴ്ച, 33ാമത്തെ ആഴ്ച അങ്ങോട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാനൊരു 35-36 ആഴ്ച വരെ നിർത്താം. അപ്പോൾ നമുക്ക് പ്രീ ടേം എന്നുള്ള കണ്ടീഷൻ ഒഴിവാക്കാം, കുട്ടിക്കും ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ സ്റ്റിറോയിഡ് കൊടുത്ത കാരണം ലങ്സിനും പ്രശ്നം ഉണ്ടാവില്ല, ലങ് ഡെവലപ്മെൻറ്റ് നടക്കും. അപ്പോൾ ആ സമയത്ത് അവളൊരു 2.5 കിലോയോളം ഒറ്റയടിക്ക് അവൾ വെയിറ്റ് വന്നു കേട്ടോ. ഞാൻ അത്രമാത്രം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി അത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. എന്ത് വയ്യായിക വന്നാലും ഭക്ഷണം കഴിക്കുക, അവൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡയറ്റ് ഉണ്ടാക്കി, അങ്ങനെ ഞാൻ അതിന് അമ്മച്ചീനെ സമ്മതിക്കണം, പക്ഷെ അതനുസരിച്ച് എനിക്ക് ഉണ്ടാക്കി തന്നിരുന്നു. അങ്ങനെ അവൾ 2.5 കിലോ ഉണ്ട്. അപ്പോൾ ഇനി ജനിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഒന്ന് പിടിച്ച് നിൽക്കുക, അപ്പം കുട്ടിയുടെ ലങ് ഡെവലപ്മെൻറ്റും കൂടെ പ്രോപ്പർ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ഞാൻ എന്തായാലും പിടിച്ച് നിൽക്കാം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, നെക്സ്റ്റ് പെയിൻ വരുന്നത് ഇപ്പോൾ അടുത്ത ആഴ്ച വന്നാൽ കുഴപ്പമില്ല, കുട്ടിയുടെ കാര്യം ഓക്കെ അല്ലേ, എന്തിനാ ഇങ്ങനെ വേദന സഹിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ മാക്സിമം പിടിച്ച് നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഗുളിക 36 ആഴ്ച വരെ, അതായത് 1 മാസത്തോളം ഞാൻ കഴിച്ചു. 3 നേരം അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു, നമുക്ക് തന്നെ ഒരു ആകെ ഇറിറ്റേഷനാണ്. പോരാത്തതിന് എൻ്റെ കാലുമ്മ നീര് കൂടി വന്നു. അങ്ങനെ ഡിസംബർ 31-ാം തീയതിയാണ് എൻ്റെ ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷെ ഡിസംബർ 1-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ വയറൊക്കെ ഒരു മാതിരി അങ്ങ് ഇറങ്ങുക എന്ന് പറയില്ലേ, അത്രമാത്രം വയറ് താഴോട്ട് ഇറങ്ങിയിരുന്നു. ഞാൻ എൻ്റെ 8ാം മാസത്തിലെയും, അതായത് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണേക്കാൾ മുമ്പും അതിന് ശേഷമുള്ള പിക്ക് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ വയറ് എത്രത്തോളം മുകളിലായിരുന്നു, എത്രത്തോളം ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ കാണുന്നവരൊക്കെ, എനിക്കപ്പോൾ ഡിസംബർ 1-ാം തീയതി എനിക്ക് ഇതിൻ്റെ ഇടയിൽ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയും പിന്നെ എന്നെ ഒരു കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ് നടത്തുന്ന എൻ്റെ അപ്പനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം 26-ാം തീയതി ആയിരുന്നു അപ്പൻ്റെ അമ്മയുടെയും 25-ാമത്തെ വെഡിങ് ആനിവേഴ്സറി. എൻ്റെ കൂട്ടിക്കൊണ്ടുപോലും. അപ്പോൾ നമ്മൾ 25-ാം തീയതി നടത്തി, 26-ാം തീയതി അതും കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ചടങ്ങ് പോലെ പലഹാരമൊക്കെ കൊണ്ടുവന്ന് എൻ്റെ അപ്പനും അമ്മയും എന്നെ കൊണ്ടുപോയി, പലഹാരവും പാത്രമൊക്കെ കൊണ്ട് വന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. പിറ്റേന്ന് ഇവരെല്ലാവരും കൂടെ അവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വന്നു. അങ്ങനെ ഡിസംബർ 1-ാം തീയതി എനിക്ക് പെയിൻ തുടങ്ങി. അപ്പോൾ നമ്മൾ രാത്രി ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റൊക്കെ ചെയ്ത് കുഴപ്പമില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, കുട്ടി നന്നായിട്ട് താഴേക്ക് എത്തിയിട്ടുണ്ട്, പിന്നെ ഈ സെർവിക്സ് ലൈറ്റണിങ്ങും സെർവിക്സ് ഡയലറ്റേഷനും രണ്ടാണ്. അപ്പോൾ എൻ്റെ സെർവിക്സ് ലൈറ്റൺ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇൻറ്റേർണൽ കവറിങ് ബ്രേക്ക് ആയിട്ടില്ല, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ കവറിങ് ബ്രേക്ക് ആയിട്ടില്ല. അതുകൊണ്ട് ഡെലിവറി വേണമെങ്കിൽ 2 ആഴ്ചയോളോ 2.5 ആഴ്ചയോളോ നീണ്ടു നിൽക്കാം ഡെലിവറി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ഫോൾസ് പെയിൻ ആണെന്ന് ചോദിച്ചു. ഫോൾസ് പെയിൻ അല്ല, കുട്ടി ഇങ്ങനെ ഇത്രയും ഇറങ്ങിയിട്ടല്ലേ നിൽക്കുന്നത്, അപ്പോൾ സെർവിക്സ് ഇങ്ങനെ ലൈറ്റ് ആവുന്ന ടൈമിൽ ഇയാൾക്ക് ഇങ്ങനെ പെയിൻ വരും, അതാണ്, കുഴപ്പമില്ല പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തി. ഞാൻ പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പനി. അപ്പോൾ അപ്പനിങ്ങനെ കോവിഡ് ആവും എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഇന്നലെ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് വന്നത്, നിങ്ങളുടെ കൂടെയായിരുന്നു ഇത്രയും ദിവസം ഞാൻ വന്ന ആൻറ്റിജൻ ചെയ്തിട്ട് എനിക്ക് നെഗറ്റീവാണ്. ഇപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്കാണല്ലോ ഏറ്റവും പെട്ടെന്ന് ഇത് കിട്ടാൻ ചാൻസ്. അപ്പോൾ എന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അമ്മയ്ക്ക് ഉണ്ടാവണേ? കാരണം അമ്മയാണ് വീട്ടിൽ നിന്നപ്പോൾ എന്നെ കുളിപ്പിച്ചത്, എനിക്ക് ഭക്ഷണം വരുത്തുന്നതൊക്കെ അമ്മയാണ്. എനിക്ക് ഛർദി ആ ലാസ്റ്റ് ടൈം ആയപ്പം ഇച്ചിരി വന്നു, അപ്പം ഭക്ഷണം കഴിക്കാൻ മടിയായപ്പം അമ്മയാണ് എനിക്കിങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നത്. അപ്പോൾ എന്നിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 5-ാം തീയതി എനിക്ക് വീണ്ടും പെയിൻ ഭയങ്കരമായി കൂടി. ഞാൻ ഡോക്ടറിനെ കാഷ്വാലിറ്റിയിലല്ലാതെ ഡോക്ടർ വിസിറ്റിന് പോയി. ആ വിസിറ്റിന് 5-ാം തീയതി ഞാൻ പോയി. 4-ാം തീയതി രാത്രി എനിക്ക് വേദനയല്ല, മാനസികമായിട്ടൊരു സുഖമില്ല, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ നീരൊക്കെ ഇരട്ടിച്ച്, എനിക്ക് ചെരുപ്പിൻ്റെ സൈസ് 10 വരെ കയറാതെ അത്രമാത്രം എനിക്ക് നീര് വന്നു. അങ്ങനെ 5-ാം തീയതി ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് 4-ാം തീയതി വേദന കൂടിയിട്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 31-ാം തീയതി പോയിട്ട് 10-ാം തീയതി വരെ പോലും ഈ കൊച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല, അത്രമാത്രം കുട്ടി ഇറങ്ങി ഡെലിവറി എപ്പോൾ വേണമെങ്കിൽ നടക്കാം എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നാളെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി ബിന്ദു ഡോക്ടറെ കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 5-ാം തീയതി ഡോക്ടറെ കാണാൻ പോകുന്നത്. ഡോക്ടറെ കാണാനായിട്ട് എൻ്റെ നമ്പർ വിളിച്ച് ഞാൻ ചപ്പൽ ഊരി വെച്ചിട്ട് കയറാൻ നിൽക്കുന്നതും എനിക്ക് കോൾ വരികയാണ് എൻ്റെ അപ്പൻ്റെ, മോളെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് 2 പേർക്കും പോസിറ്റീവാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ പോയി. ഞാൻ അവിടെ എല്ലാവരും നിൽക്കുക. അപ്പം മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മളന്ന് സിംഗിൾ മാസ്ക് ആണ് ഇടുന്നത്. ഞാൻ N95 മാസ്ക് തന്നെ യൂസ് ചെയ്തിരുന്നത്. ഞാൻ ആൾക്കാർ കാണുകയും ഞാൻ അവിടെ നിന്ന് കരയാണ്. അപ്പോൾ അമ്മച്ചിയും ചേട്ടനും ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും എന്തിനാ നീ ഇങ്ങനെ, അവർക്ക് 2 പേർക്ക് കാര്യം മനസ്സിലാവണില്ല. എന്നിട്ട് ഡോക്ടർ അപ്പനെ വിളിച്ചപ്പം ഞാൻ അങ്ങനെ അകത്തേക്ക് കയറി. അപ്പോൾ ഡോക്ടർ എന്തിനാ നീ കരയണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, അപ്പനും അമ്മയ്ക്കും പോസിറ്റീവാണ്. അപ്പം ഞാൻ അവരുടെ അടുത്തായിരുന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ അവിടെയുള്ള ബാക്കി പേഷ്യൻസിൻ്റെ അടുത്ത് മാറാൻ പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ എനിക്കുണ്ടെങ്കിലോ. അപ്പോൾ ഞാൻ ഈ 1-ാം തീയതി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നെഗറ്റീവായിരുന്നു, എനിക്കില്ല ഡോക്ടർ, എനിക്ക് യാതൊരു സിംറ്റവും ഇല്ല എന്ന് പറഞ്ഞു.
പക്ഷെ എൻ്റെ പ്രഷറൊക്കെ നോക്കിയപ്പം അൺകൺട്രോൾഡ് ആയി. നോക്കിയപ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റൺ ആയിട്ടുമുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിങ്ങനെ വെച്ച് നീട്ടുന്നതിൽ അർത്ഥമില്ല, ഇനി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം വരും, അതുകൊണ്ട് ഞാൻ 9-ാം തീയതിക്ക് ഡേറ്റ് തരാം, 9-ാം തീയതി ഇവിടെ വന്ന് അഡ്മിറ്റ് ആവുക, 8-ാം തീയതി വന്ന് RT-PCR ചെയ്യാം, 9-ാം തീയതി ആകുമ്പോഴേക്കും റിസൾട്ട് വരും, ആ റിസൾട്ടും കൊണ്ട് 9-ാം തീയതി വന്ന് അഡ്മിറ്റ് ആവുക, 10-ാം തീയതി ഡെലിവറി, ഇനി ഇതിലെ നീട്ടലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരച്ചിൽ നിർത്തില്ല. എനിക്കിങ്ങനെ BP ചെക്ക് ചെയ്യുമ്പോൾ ഇവർ 3 നേഴ്സുമാർ അങ്ങനെ എൻ്റെ BP ചെക്ക് ചെയ്യുമ്പം BP നോർമൽ ആവണില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ആദ്യം കരച്ചിൽ നിർത്ത്, എന്നിട്ട് കാര്യം പറയാമെന്ന് പറഞ്ഞു, നീ ഒന്ന് റിലാക്സ് ആയി സംസാരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് അറിയാലോ എൻ്റെ അപ്പൻ്റെ കാര്യം, അപ്പനൊരു മൈസ്തീനിയ ഗ്രേവിസ് പേഷ്യൻ്റ് ആണ്. സോ ആൾ സ്റ്റിറോയിഡ് കഴിച്ചുകൊണ്ടാണ് ജീവിതം തള്ളി നീക്കുന്നത് 23 വർഷമായിട്ട്. ആ ഒരു വ്യക്തിക്ക് കോവിഡ് വന്ന ആൾക്ക് നല്ല പനിയുണ്ട്, പനിച്ച് തുള്ളുകയാണ് ആൾ, അമ്മ അതെ പനിച്ച് തുള്ളുക. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കോവിഡ് വന്ന് ഇവരെ ടെസ്റ്റ് ചെയ്യാൻ പോയവർ തന്നെ അവരുടെ സിറ്റുവേഷൻ കണ്ടിട്ട് ഇവരെ നമ്മുടെ ഈ ഇതിൻ്റെ കോവിഡ് റിട്രീറ്റ് സെൻറ്റേഴ്സ് ഇല്ലേ, അവിടേക്ക് കോവിഡ് കെയർ ടേക്കിംഗ് സെൻറ്റേഴ്സിലേക്ക് അവർ തന്നെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഞാനോ എൻ്റെ ഹസ്ബൻഡോ എൻ്റെ മദർ ഇൻ ലോയോ ഫാദർ ഇൻ ലോയോ ഇവർ 4 പേരും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന്, കാരണം ഡെലിവറിയുടെ ടൈമായി നിൽക്കുന്നത് കൊണ്ട് എനിക്കുണ്ടോയെന്നും അറിയില്ല. അപ്പം ഇനിയിപ്പോൾ ഇവർക്കുണ്ടെങ്കിൽ എൻ്റെ ഡെലിവറിക്ക് ഞാൻ ഒറ്റയ്ക്കാണ്, ഒരാളുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു മെൻ്റൽ പ്രഷർ. ഞാൻ ഒറ്റ മോളാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്കും വേറെ ആരും ഇല്ല, അവരെ നോക്കാനും പറ്റണില്ല. ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു കേട്ടോ അത്. ഞാൻ ഒരുപാട് കരഞ്ഞുണ്ട് ദൈവത്തിൻ്റെ അടുത്ത്, ദൈവമേ ഇത്രയും വേദനകൾ ഈ 9 മാസമായിട്ട് ഞാൻ സഹിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ മാനസികമായിട്ടും കറക്റ്റ് ആ സമയത്തായപ്പോൾ ഇങ്ങനെ എന്തിനാ എന്നോട് ചെയ്തതെന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ ലാസ്റ്റ് 8-ാം തീയതി ഞാൻ പോയി RT-PCR ചെയ്ത്, RT-PCR എനിക്ക് 9-ാം തീയതി വന്നപ്പം നെഗറ്റീവായി. അങ്ങനെ ഞാൻ പ്രസവത്തിന് പോകുമ്പോൾ എൻ്റെ അമ്മയോ അപ്പനോ എൻ്റെ ബന്ധുക്കളെന്ന് പറയാനായിട്ട് എനിക്ക് ആരുമില്ല. അതായത് കസിൻസ്, ഞാൻ ഒറ്റമോളല്ലേ, അപ്പോൾ എനിക്ക് സിബ്ലിങ്സ് ആരുമില്ല. ഇങ്ങനെ ശരിക്കും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും ഒരു വാക്കുകൊണ്ട് പോലും തന്നെ അതിനെ നോവിച്ചിട്ടില്ല കേട്ടോ. വീട്ടുകാരെവിടെ അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ കളിയാക്കലടക്കം പറയില്ലേ, അങ്ങനെ പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ എനിക്കിങ്ങനെ അപ്പോൾ അയൽവക്കത്തുള്ളവർ അയ്യോ നിമ്മയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല അല്ലേ, ആരും ഇങ്ങനെ പപ്പനും അമ്മയ്ക്കും വേണ്ട ആരും അവരെ നോക്കാല്ലേ അല്ലേ, ആ ചോദ്യമാണ് കൂടുതൽ എന്നെ ഇങ്ങനെ എന്താ പറയുക അത്രമാത്രം ഇതാക്കിയിരുന്നു. അപ്പം എന്നിട്ട് ഞാനിങ്ങനെ വിഷമിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ അമ്മ കരച്ചില്ല, അമ്മ നെബുലൈസേഷൻ ഈ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടും അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റണില്ലല്ലോ. അമ്മയുടെ കരച്ചിൽ കണ്ട് സഹി കെട്ടിട്ട് വലിയമ്മ ജസ്മിയേട്ടനെയും കൊണ്ട് എൻ്റെ ഇവിടേക്ക് വന്നു, പേരാമംഗലത്തേക്ക് വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പം ഇതാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി. മെൻ്റലി ഒരുപാട്, അതുപോലെ ഫിസിക്കലി പെയിനും ഒരുപാട് സഹിച്ചിട്ടുള്ള, ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങനെ അത്രയും ഒരു ഡാർക്ക് ഇതായിട്ടുള്ളൊരു പ്രഗ്നൻസി സ്റ്റോറിയാണ് എൻ്റെ. ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് കേട്ടോ, മെൻ്റലിയും ഫിസിക്കലിയും. പക്ഷേ പിന്നീട് അവളുടെ മുഖമൊക്കെ ഇപ്പോൾ കണ്ട് അവളുടെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ആൻഡ് ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ് ബിക്കോസ് ഇത്രയും പെയിൻ സഹിച്ചിട്ടും ഐ വാസ് ഏബിൾ ടു ഡെലിവർ എ ഗേൾ, റൈറ്റ്? അപ്പം അതിലൊരു സന്തോഷം. അവരും എനിക്കൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പം ബൈ.